أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وحرام على قرية أهلكناها أنهم لا يرجعون حتى إذا فتحت يأجوج ومأجوج وهم من كل حدب ينسلون واقترب الوعد الحق فإذا هي شاخصة أبصار الذين كفروا يا ويلنا قد كنا في غفلة من هذا بل كنا ظالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1053 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 95 മുതൽ 97 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഈദ് മുബാറക് ആശംസിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. കൂടുതൽ പേരും ഈദ്ഗാഹുകളിലേക്ക് പോകാനിരിക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം മാത്രം എടുത്തുകൊണ്ട് ഇന്ന് അനൗൺസ് ചെയ്ത 3 ആയത്തുകളുടെ വിശദീകരണം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وحرام على قرية أهلكناها أنهم لا يرجعون حتى إذا فتحت يأجوج ومأجوج وهم من كل حدب ينسلون واقترب الوعد الحق فإذا هي شاخصة أبصار الذين كفروا يا ويلنا قد كنا في غفلة من هذا بل كنا ظالمين. സൂറത്തുൽ അംബിയയിലെ 95 മുതൽ 97 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വളരെ വ്യത്യസ്തതയുള്ള ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്തുകളാണ്. വളരെ വിശദമായ ആഴത്തിലുള്ള പഠനങ്ങൾ സമീപകാലത്ത് ഇത് സംബന്ധമായിട്ട് ചില പ്രമുഖരായ ഖുർആൻ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ നടത്തിയതും കാണാൻ സാധിക്കും. വളരെ കാലം പൊതുവായ അർത്ഥത്തിൽ മനസ്സിലാക്കപ്പെട്ടിരുന്ന ഒരു അല്ലെങ്കിൽ 1-2 ആയത്ത് 3 ആയത്തുകളാണ്. അതിൻ്റെ സ്പെസിഫിക് ആയ ഒരു ഇംപ്ലിക്കേഷൻ സാധ്യതയുള്ളത് എക്സ്പ്ലോർ ചെയ്ത് ചിലര് അത് സംബന്ധമായ നല്ല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇതിന്റെ തൊട്ടു മുകളിൽ നമ്മൾ വായിച്ച ആയത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കിയ ഒരു കാര്യം, മനുഷ്യകുലം, മനുഷ്യവംശം എല്ലാവരും ഒരൊറ്റ ഉമ്മത്താണ് എന്നതാണ്. ആ ഉമ്മത്തിന്റെ സൃഷ്ടാവായ റബ്ബ് അവരുടെ നാഥനുമാണ്. അതുകൊണ്ട് ആ നാഥന് വഴിപ്പെട്ടുകൊണ്ട് നിങ്ങൾ നിലക്കൊള്ളണം എന്നാണ് അള്ളാഹു മനുഷ്യരാശിയോടായിട്ട് ഒന്നാകെയായി പറയുന്നത്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ വാന റബ്ബുക്കും ഫഅ്ബുദൂൻ. ഇതാണ് പറയുന്ന കാര്യം. മനുഷ്യരാശി ഒരൊറ്റ സമുദായമാണ്. അവർക്ക് ഏകനായ ഒരേ ഒരു നാഥൻ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു സൃഷ്ടാവ്. ഭൂമുഖത്ത് എവിടെ ഉള്ള മനുഷ്യന്റെ കാര്യത്തിലായാലും അവരാരും വേറിട്ട് നിൽക്കുന്ന വ്യത്യസ്തരായ ആളുകളല്ല. അവരൊക്കെ ഒരു കുലത്തിൽ, ഒരു വംശത്തിൽ, ഒരൊറ്റ സമുദായത്തിന്റെ ഭാഗമായിട്ടുള്ളവരാണ്. വ്യത്യസ്ത ജീവി വർഗങ്ങളൊക്കെയും തന്നെ മനുഷ്യരെ പോലെ, മനുഷ്യരുടേതുപോലെയുള്ള സമുദായങ്ങളാണ് എന്ന് ഖുർആൻ പരാമർശിക്കുന്നത് കാണാൻ കഴിയും. അപ്പോ വ്യത്യസ്ത ജീവി വർഗങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരൊറ്റ സമുദായമാണ് മനുഷ്യരുടേത്. മനുഷ്യ സമൂഹത്തിന്റെ ആ സാമൂഹ്യ ഘടന എന്ന് പറയുന്ന അവരൊക്കെ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടുള്ളവരാണ്. അവർക്ക് ഏതെങ്കിലും ഒരു വിധത്തിലുള്ള
രക്തബന്ധം ആളുകൾക്ക് ഉണ്ടാകും. അവരെല്ലാവരും തന്നെ ഒരു ആദിപിതാവിൽ നിന്നും ആദിമാതാവിൽ നിന്നുമായിട്ട് അങ്ങനെ ഉണ്ടായി വന്ന ആളുകളാണ്. അവരൊക്കെയും തന്നെ ഒരൊറ്റ കുലത്തിൽ ഒരൊറ്റ വംശത്തിൽ പെട്ടവരാണ് എന്നതാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ട അല്ലെങ്കിൽ വ്യക്തമാക്കപ്പെട്ട കാര്യം. അവരുടെ എല്ലാവരുടെയുമായിട്ട് ഒരേ ഒരു റബ്ബാണ് അവർക്കുള്ളത്. ഒരു നാട്ടിന് ഒരു റബ്ബ്, വേറൊരു നാട്ടിന് വേറൊരു റബ്ബ് എന്ന വിധത്തിലില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയഗതിക്കാർക്ക് ഒരു റബ്ബ്, വേറെ ഒരു ആശയഗതിക്കാർക്ക് മറ്റൊരു റബ്ബ്, അങ്ങനെയൊന്നുമില്ല. സൃഷ്ടാവായ ഏകനായ അള്ളാഹുവാണ് മുഴുവൻ മനുഷ്യരുടെയും നാഥൻ. അവന് വിധേയപ്പെട്ടുകൊണ്ടാണ് എല്ലാവരും നിലകൊള്ളേണ്ടത്. ഇതാണ് അനുവർത്തിച്ചു വരേണ്ട ജീവിത ദർശനം എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. എന്നാൽ ഇക്കാര്യത്തില് വലിയ വീഴ്ച വരുത്തുകയും മനുഷ്യരാശി പല തുണ്ടങ്ങളാക്കി മാറ്റപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചരിത്രത്തിൽ. അത് അള്ളാഹുവിന്റെ വിധി അക്കാര്യത്തില് വരാനിരിക്കുന്നേ ഉള്ളൂ. മനുഷ്യരാശിയെ ആദർശപരമായി തന്നെ വ്യത്യസ്തമായ ഖണ്ഡങ്ങളാക്കി മാറ്റിയത് അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹു പഠിപ്പിച്ചു തന്ന ആദർശപാതയില് വിഘ്നം ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ്. അതിനെ അള്ളാഹു വിമർശിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടുമാണ് നമ്മൾ ഇന്നലെ വായിച്ച ആയത്തുകളുടെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. അതിനുശേഷം അള്ളാഹു അതുപോലെ ഒരു നടപടി ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ നടപടി ഏറ്റുവാങ്ങേണ്ടി വന്ന, ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സമൂഹത്തെ പരാമർശിക്കുന്നുണ്ട്. വഹറാമുൻ അലാ ഖറിയത്തിൻ അഹ്ലക്നാഹ. ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങിയ ഭാഗം ഈ ആയത്ത് മുതലാണ്. വഹറാമുൻ അലാ ഖറിയത്തിൻ, ഒരു നാടിന് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു നാട് ആ നാട്ടിന് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അഹ്ലക്നാഹ, നാം ആ നാടിനെ എന്ന് പറഞ്ഞ ആ നാട്ടിലെ ആളുകളെ നശിപ്പിക്കുകയായിരുന്നു, അവരുടെ മേൽ നടപടി സ്വീകരിക്കുകയായിരുന്നു. അന്നഹും ലാ യർജിഊൻ, അവരങ്ങോട്ട് തിരികെ എത്തുകയില്ല എന്നത് അവരുടെ മേൽ നിശ്ചയിക്കപ്പെട്ട കാര്യമാക്കിയിരിക്കുന്നു. അവർക്ക് ആ നാട് നിഷിദ്ധമാണ്, അല്ലെങ്കിൽ ആ നാട്ടിന് ആ ആളുകള് അവിടേക്ക് തിരികെ എത്തുക എന്നത് നിഷിദ്ധമാണ്. യഅ്ജൂജും മഅ്ജൂജും തുറന്നിടപ്പെടുന്നത് വരെ. യഅ്ജൂജും മഅ്ജൂജും ബന്ധനസ്ഥരാണ്. അവർക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. എന്നാൽ അതിൽ നിന്ന് അവര് വിമോചിതരാവുകയും തുറന്നുവിടപ്പെടുകയും ചെയ്യുന്ന ഒരു സമയം വരാനിരിക്കുന്നു. അതുവരെ അവർക്ക് ആ നാടും ആ നാട്ടിന് ആ ആളുകളും നിഷിദ്ധമായിരുന്നു. വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. അങ്ങനെ യഅ്ജൂജ് മഅ്ജൂജ് തുറന്നുവിടപ്പെടുന്ന സന്ദർഭത്തിൽ അവരെല്ലാ ഉയർന്ന ഇടങ്ങളിൽ നിന്നും, എല്ലാ പീഠസ്ഥലങ്ങളിൽ നിന്നുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു വരും. വഖ്തറബൽ വഅദുൽ ഹഖ്, ആ സത്യവാഗ്ദാനം പുലരുന്നത്, അതിന്റെ പൂർത്തീകരണം വളരെ സമീപസ്ഥമാവുകയും ചെയ്യും. ആ സത്യവാഗ്ദാനം പുലരുമ്പോ എന്ന് പറഞ്ഞാൽ അന്ത്യനാളിനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ മുൻകൂട്ടിയുള്ള പ്രഖ്യാപനം അത് സത്യമായി വരുമ്പോ, പുലരുമ്പോ, ഫൈദാഹിയ ഷാഖിസത്തുൻ അബ്സാറുല്ലദീന കഫറു, സത്യനിഷേധികളുടെ കണ്ണുകള്, അവരുടെ ദൃഷ്ടികള് തുറിച്ചതായി മാറും, പുറത്തേക്ക് തള്ളിയതായിട്ട് മാറും. ഫൈദാഹിയ ഷാഖിസത്തുൻ അബ്സാറുല്ലദീന കഫറു, അവര് പറയുക ഇങ്ങനെയാണ്, യാ വൈലന, ആ കഷ്ടം, ഞങ്ങളുടെ ഭാഗ്യദോഷം എന്നാണ് അവർ പറയാ. ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകുമെന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ തീർത്തും അശ്രദ്ധരായിരുന്നു. ബൽ കുന്നാ ളാലിമീൻ, അങ്ങനെയല്ല, ഞങ്ങൾ അശ്രദ്ധക്ക് അപ്പുറത്തേക്ക് ഞങ്ങൾ ളാലിമുകൾ തന്നെയായിരുന്നു, ഞങ്ങൾ അധർമ്മികളും അക്രമികളും തന്നെയായിരുന്നു എന്നവര്
ഉറക്കെ പറയുന്ന ഒരവസ്ഥയാണ് സംജാതമാവുക ആ നാള്. അപ്പോ അന്ത്യനാളിന്റെ സമീപസ്ഥമായ ഘട്ടത്തിലെ ചില സംഭവ വികാസങ്ങളെയാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും. സമീപകാലം വരെ ഇതിൽ ആദ്യത്തെ വഹറാമുനാല ഖറിയത്തിന് അഹ്ലക്കിനാഹ അന്നഹും ലാ യർജിഊൻ എന്ന ആ ആയത്തിൽ അടങ്ങിയിട്ടുള്ള ആ ഖറിയത്ത് ഏതാണ്, ഏത് നാട്ടിനാണ് അതിന്റെ അഹ്ലുകാര്, അതിന്റെ നാട്ടുകാര് ആ നാട് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ളത്, ഏത് ആളുകൾക്കാണ് ആ നാട്ടിലേക്ക് തിരികെ പോകാൻ അനുമതി ഇല്ലാതിരിക്കുക എന്നൊക്കെയുള്ളത് വളരെ അവ്യക്തമായിട്ട് മാത്രം മനസ്സിലാക്കപ്പെട്ടിരുന്ന ഒരവസ്ഥയാണ് ഈ ആയാത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നത്. സമീപകാലത്തുള്ള ചില പഠനങ്ങൾ ഇതിൽ വലിയ വെളിച്ചം വീശുന്ന വിധത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. വഹറാമുന അല ഖറിയത്തിൻ അഹ്ലക്കിനാഹ. ഞാൻ ഒരിക്കൽ കൂടി ഇതിന്റെ ആശയം പറഞ്ഞിട്ട് ഈ കാര്യം വളരെ സംക്ഷിപ്തമായി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. വഹറാമുന അല ഖറിയത്തിൻ അഹ്ലക്കിനാഹ. ഈ നാട്ടിന്, ഒരു നാട്ടിന് നിഷിദ്ധമാണ്. അഹ്ലക്കിനാഹ, ആ നാടിനെ നാം നശിപ്പിച്ചതാണ്, ആ നാട്ടിന്റെ മേൽ നാം ശിക്ഷാ നടപടി സ്വീകരിച്ചതാണ്. ആ നാടിനെ നശിപ്പിച്ചു അല്ലെങ്കിൽ ആ നാട്ടിന് ഹലാക്കുണ്ടാക്കി എന്ന് പറയുന്നത് ആ നാട്ടുകാരെ ഉദ്ദേശിച്ചാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വഹറാമുന അല ഖറിയത്തിൻ അഹ്ലക്കിനാഹ. ആ നാട്ടിലെ ആളുകൾ, അതിന്റെ വാസികൾ, അതിലെ ആ നാട്ടുകാരെ നാം അവരുടെ മേൽ ശിക്ഷാ നടപടി സ്വീകരിക്കുകയുണ്ടായി. അന്നഹും ലാ യർജിഊൻ. അതുകൊണ്ട് അവര്, ആ ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങിയ ആ സമൂഹം, ലാ യർജിഊൻ, ആ നാട്ടിലേക്ക് തിരിച്ചു പോവാൻ കഴിയുകയില്ല, അവര് തിരിച്ചു പോവുകയില്ല. അപ്പൊ ഇവിടെ നടപ്പിലാക്കപ്പെട്ട ശിക്ഷ എന്താണ് എന്നത് ഈ ആയത്തിന്റെ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരാ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അവരവിടെ നിന്ന് അടിച്ചിറക്കപ്പെട്ടു എന്നതാണ് അതിന്റെ സൂചന എന്നത് വ്യക്തമാണ്. അത് ആണ് അവരുടെ മേൽ നടപ്പാക്കപ്പെട്ട ഒരു ശിക്ഷ. അത് കാരണമായിട്ട് തന്നെ അള്ളാഹുവിന്റെ നിശ്ചയം ഉണ്ടാകുന്ന കാലം വരെ അവർക്ക് ആ നാട്ടിലേക്ക് തിരികെ പോകാൻ സാധിക്കുകയില്ല. ആ നാട് അവർക്ക് നിഷിദ്ധമാണ്, ആ നാടിന് ഈ ആളുകളും നിഷിദ്ധമാണ്. അതാണ് അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യം. പക്ഷെ ഏതാണ് ഈ നാട്, എന്തിന്റെ പേരിലാണ് അവര് നാട്ടിൽ നിന്ന് ഒരു ശിക്ഷ എന്നുള്ള നിലക്ക് പുറത്താക്കപ്പെട്ടത് എന്ന കാര്യങ്ങളൊന്നും വേണ്ടത്ര വ്യക്തതയില്ലാതെ മുഫസ്സിറുകൾ അതേക്കുറിച്ച് പൊതുവായി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് സമീപകാലം വരെ ഉണ്ടായിരുന്നത്. ഈ നാട്ടുകാർക്ക് എപ്പോഴാണ് തിരികെ എത്താൻ പറ്റുക? നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവിക നടപടിയുടെ ഭാഗമായിട്ട് നാട്ടിൽ നിന്ന് നിഷ്കാസിതരായ ആളുകൾ അവരങ്ങോട്ട് തിരികെ വരികയില്ല, തിരികെ വരാൻ അവർക്ക് സാധ്യമല്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. പക്ഷെ ഒരു നിബന്ധന അള്ളാഹു തുടർന്ന് പറയുന്നുണ്ട്. പൂർവികരായ മുഫസ്സിറുകൾ ഈ നിബന്ധനയെ അതിനോട് ചേർത്ത് വായിച്ചുകൊണ്ടൊരു അർത്ഥം നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാലും ആ കാര്യം ഇതാണ്: യജൂജ് വിഭാഗങ്ങൾ തുറന്നിടപ്പെടുന്നത് വരെ, അവര് സ്വതന്ത്രരായി വിഹരിക്കാൻ പറ്റുന്ന വിധത്തില് തുറന്നിടപ്പെടുന്നത് വരെ അവർക്ക് ആ നാട്ടിലേക്ക് തിരികെ ചെല്ലാൻ സാധ്യമല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. സൂറത്തുൽ കഹ്ഫ് പഠിക്കുകയുണ്ടായപ്പോ നമ്മൾ യജൂജിനെയും മഅജൂജിനെയും വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. മനുഷ്യ സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ ദുൽഖർനൈൻ തന്റെ സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് ഒരിടത്തെത്തിയപ്പോ ആ നാട്ടിലെ ആളുകൾ അദ്ദേഹത്തോട് പ്രത്യേകമായി വന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അവരുടെ ഭാഷയൊന്നും ദുൽഖർനൈന്റെ ഭാഷ അവർക്കോ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലൊന്നും ആയിരുന്നില്ല. എന്നാൽ പോലും അവർ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: യജൂജും മഅജൂജും ഞങ്ങളെ മേൽ വലിയ ദ്രോഹം അഴിച്ചുവിടുകയാണ്, അവർ ഞങ്ങളെ എപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ദ്രോഹത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന വിധത്തില്, അവരെയും ഞങ്ങളെയും വേർതിരിക്കുന്ന വിധത്തില് രണ്ട് മലകൾക്കിടയിലുള്ള ഒരു വിടവ് നികത്തി ഒരു വലിയ ഭിത്തിയാക്കി അവര് ഇങ്ങോട്ട് ചാടിക്കടന്ന് വരുന്നതിനെ തടയുന്ന വിധത്തില്
ഒരു നിർമ്മിതി നടത്തി തരണം എന്നാണ് ദുൽഖർനൈനോട് അവർ ആവശ്യപ്പെടുകയുണ്ടായത്. മനസ്സിലാക്കപ്പെടുന്നത് കാക്കസസ് പർവ്വത നിരകൾക്കിടയിലെ രണ്ട് മലകൾക്കിടയിലുള്ള വിടവ് ആണ് അത് എന്നാണ്. ദുൽഖർനൈൻ അവയ്ക്കിടയിൽ ചെമ്പ് കട്ടികള് അട്ടിയിട്ട് അതിന്റെ മുകളിൽ ഈയം ഉരുക്കി ഒഴിച്ച് അതിനെ സുരക്ഷിതമായ ഭിത്തിയാക്കുകയുണ്ടായി. അങ്ങനെ ആ ഭിത്തി കൊണ്ട് ആ ശത്രു വിഭാഗങ്ങളെ, യജൂജ് മഹജൂജ് വിഭാഗങ്ങളെ, ഇംഗ്ലീഷിൽ ഗോഗ് ആൻഡ് മെഗോഗ് എന്നാണ് ഇവരെ പരാമർശിക്കാറുള്ളത്, അവരെ അതുവഴി തടഞ്ഞു നിർത്താനും ആ സഹായം അഭ്യർത്ഥിച്ച സമൂഹത്തിന് അവരിൽ നിന്നുള്ള ദ്രോഹം ഉണ്ടാകുന്നതിനെ തടഞ്ഞു നിർത്താനും ഒക്കെ അതുവഴി സാധിച്ചു എന്നാണ് നമ്മൾ അവിടെ മനസ്സിലാക്കിയിട്ടുണ്ടായത്. പല സമൂഹങ്ങളുടെ മേലും രണോത്സുകരായി അക്രമാസക്തരായി അവരുടെ മേലെ ചാടി വീഴുകയും അവരെ കീഴടക്കുകയും അവരുടെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗമായിട്ടാണ് ഈ യജൂജ് മഅജൂജിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. എന്തായാലും ദുൽഖർനൈൻ സൂറത്തുൽ കഹ്ഫില് സൂചിപ്പിച്ച വിധത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഒരു നിശ്ചയം വരുന്ന നാള് വരെയാണ് ആ ഭിത്തി നിലനിൽക്കുക. അള്ളാഹുവിന്റെ നിശ്ചയിക്കപ്പെട്ട അവധി എത്തുമ്പോൾ ആ ഭിത്തി തകർന്നു വീഴും, അത് തവിട് പൊടിയായി പോകും എന്നാണ് അവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്. അപ്പോ അങ്ങനെ അത് സംഭവിക്കുന്നത് വരെ ആ ഭിത്തി തകർന്നു വീഴുകയും യജൂജ് മഅജൂജിന് പുറത്തു കടക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവര് ലോകമെമ്പാടുമായി പരിഷ്കൃത സമൂഹങ്ങളിലേക്കൊക്കെ ഇടിച്ചു കയറി അവർക്ക് വലിയ വിനാശം ഉണ്ടാക്കുന്നവരായിട്ട് ലോകത്തെ നിയന്ത്രിക്കുന്നവരോ അല്ലെങ്കിൽ ലോകത്ത് വലിയ ഫിത്നയും കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ആയിട്ട് മാറും എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അങ്ങനെ യജൂജ് മഅജൂജ് തുറന്നിടപ്പെടുകയും സ്വതന്ത്രരാക്കപ്പെടുകയും ചെയ്യുന്നത് വരെ അങ്ങനെ ഉണ്ടാവുമ്പോൾ വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, അവരെല്ലാ പീഡ സ്ഥലങ്ങളിൽ നിന്നും ഉയർന്ന മലകളും പർവ്വതങ്ങളും ഒക്കെ പോലെയുള്ള അതുപോലെ പീഠഭൂമികൾ പോലെയുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് അവര് ചാടി പുറപ്പെട്ട് ഇറങ്ങി വരും. താഴ്വരകളിലും അതുപോലെയുള്ള ഇടങ്ങളിലൊക്കെ സമൂഹങ്ങളായി ജീവിക്കുന്ന മനുഷ്യരെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇവരും മനുഷ്യർ തന്നെയാണ്, പക്ഷെ ഈ അക്രമാസക്തരായ അല്ലെങ്കിൽ യാതൊരു തത്വദീക്ഷയും അതുപോലെ ധർമ്മബോധവും ഒന്നും ഇല്ലാത്ത ഈ സംഘം അല്ലെങ്കിൽ ഈ വിഭാഗം ആളുകള് പരിഷ്കൃത സമൂഹങ്ങളെ ആക്രമിക്കുകയും അവരുടെ നിർമ്മിതികളെ തകർക്കുകയൊക്കെ ചെയ്യുന്ന വലിയ കുഴപ്പക്കാരായിട്ട് ഭൂമിയിൽ വിഹരിക്കും എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇത് സംഭവിക്കുന്നത് പക്ഷേ അന്ത്യനാളിനോട് അടുത്ത ഒരു ഘട്ടത്തിലാണ്, ലോകാവസാനത്തിനോട് അടുത്തെത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. അപ്പോ ആളുകൾ വഖ്തറബൽ വഅദുൽ ഹഖ്, അള്ളാഹുവിന്റെ സത്യപൂർണമായ ആ വാഗ്ദാനം അത് പുലരുന്നതിനോട് വളരെ അടുത്തൊരു സന്ദർഭമായി ആയിരിക്കും. ആ ഘട്ടത്തില് ഫൈദാഹിയ ഷാഹിസത്തുൻ അബ്സാറുൽ ലദീന കഫറു, സത്യനിഷേധികളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി തുറിച്ച വിധത്തിലായിരിക്കും. അവര് ആ സംഗതികള് കൺമുന്നിൽ പുലരുന്നത് കാണുകയും അന്ത്യനാളിന്റെ സമയം വന്നെത്തിയിരിക്കുന്നു എന്ന് അവർക്ക് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ അവര് വിലപിച്ചുകൊണ്ട് പറയുക, യാ വൈലന, ഞങ്ങളുടെ നാശം, ഞങ്ങളുടെ ഭാഗ്യദോഷം, ഞങ്ങളുടെ കഷ്ടം എന്നൊക്കെയുള്ള നിലക്കാണ് അവർ പറയുക. അങ്ങനെ അവർ തുറന്നു പറയുന്നു, ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകും എന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ തീർത്തും അശ്രദ്ധയിലായിരുന്നു. എന്നിട്ട് പിന്നെ അവര് സ്വയം തിരുത്തുകയാണ്, അങ്ങനെയല്ല, ബൽ കുന്നാ ളാലിമീൻ, ഞങ്ങൾക്ക് അറിയാമായിരുന്നു, പക്ഷെ ഞങ്ങള് വലിയ അധർമ്മികളായി അക്രമികളായിട്ട് തന്നെ കഴിയുകയായിരുന്നു. അവരുടെ മനസ്സിന്റെ പുറകിലായിട്ട് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം അവർക്കുണ്ടായിരുന്നു, പക്ഷെ അതിന് വേണ്ട പ്രാധാന്യമോ പരിഗണനയോ അവര് കൊടുക്കുകയുണ്ടായില്ല. അവരുടെ ദുൽമില് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടും അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ടുമുള്ള ഒരു ജീവിത രീതിയിലാണ് തങ്ങൾ മുന്നോട്ട് പോവുകയുണ്ടായിട്ടുള്ളത് എന്നത് അവർ തിരിച്ചറിയുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു സന്ദർഭമായിരിക്കും അത് എന്നുകൂടി അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഈ പട്ടണം ഏതാണ്, അല്ലെങ്കിൽ ഈ ഖറിയത്ത്, ഈ നാട് ഏതാണ്, അവിടുന്ന് പുറത്താക്കപ്പെട്ട സമൂഹം ആരാണ്, അവർക്ക് തിരിച്ചു വരാൻ ആ നാട്ടിലേക്ക് ഏത് ഘട്ടത്തിലാണ് സാധിക്കുക,
അതിന് സാഹചര്യം ഒരുക്കുന്നത് ആരാണ്? അതില് ഇവിടെ പരാമർശിക്കപ്പെട്ട യജൂജ് മജൂജ് വിഭാഗങ്ങൾക്കുള്ള പങ്ക് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.